ആമേൻ ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ളവനെ, മർക്കോസ് 12:37, ജനക്കൂട്ടം സന്തോഷപൂർവ്വം അവന്റെ വാക്കുകൾ കേട്ടു. ആ കേൾവിയിൽ ഒരു ആനന്ദം ഉണ്ടായിരുന്നു. വചനം അവർ കേട്ടത് വേറെന്തെങ്കിലും ലാക്കാക്കിയല്ല, വചനം തന്നെ അപ്പം പോലെ മധുരിച്ചു. നമ്മുടെ കാതുകളിൽ അപ്പം പോലെ മധുരിച്ചു, നാവിലപ്പം പോലെ മധുരിച്ചു. ശാരീരികമായിട്ട് ഒരു ആനന്ദം കിട്ടി. ഒരു വചനം ചോദിച്ചതും വചനം എഴുതിയെടുത്തതും വേറെന്തെങ്കിലും കാര്യം ചെയ്യാനല്ല, 1000 തവണ പറഞ്ഞിട്ടൊരു കാര്യം നേടാനല്ല. വചനത്തിൽ തന്നെ ആത്മീയമായ ഒരു ആഹാരം, ശരീരത്തിന്റെ ഒരു ആനന്ദം അവർ കിട്ടി. അവർ സന്തോഷത്തോടെ വചനം കേട്ടു. നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം, നമ്മളൊരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഏതോ ലക്ഷ്യത്തിന് വേണ്ടി വചനം തപ്പുന്നു, വേറെ ഏതെങ്കിലും കാര്യം ലാക്കാക്കി വചനം തപ്പുന്നു. വചനത്തിന്റെ ആനന്ദത്തോടുകൂടി വചനം സ്വീകരിക്കുമ്പോൾ വചനത്തിന്റെ വാഗ്ദാനങ്ങൾ നമ്മെ തേടി വരും. ദിവസങ്ങളിൽ എല്ലാം ആമേനിൽ പറയുന്നതാണ്. നമ്മൾ വചനം ആനന്ദത്തോടെ വായിക്കാൻ ഒരു ഗ്രേസ് ചോദിക്കുക. കർത്താവിനോട് ചോദിക്കേണ്ട ഒരു കൃപ വചനം ആനന്ദത്തോടെ കേൾക്കാനുള്ള ഒരു ഗ്രേസാണ്. ദൈവം ധാരാളമായി സന്തോഷത്തോടെ വചനം കേൾക്കാൻ, എന്നും വചനത്തിന്റെ ഒരു വചനമെങ്കിലും വായിക്കാൻ, ബൈബിൾ ഒന്ന് ആനന്ദത്തോടെ തുറക്കാൻ, അതൊരു ഗ്രേസാ കേട്ടോ, ഒരു കൃപയാ. അത് കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ ആമേൻ ആമേൻ.